ക്രൂശിൽ മരണം വരിച്ച യേശുവിനെ പൊതിഞ്ഞു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഒന്നാണ് ടൂറിൻ തിരുക്കച്ച. നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമായ പ്രസ്തുത കച്ചയുടെ നേർപകർപ്പ് തലശ്ശേരി അതിരൂപതയിലെ കൊളക്കാട് സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിൽ പ്രദർശനത്തിനും വണക്കത്തിനുമായി സജ്ജീകരിച്ചിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 7-8 തീയതികളിലാണ് കൊളക്കാട് സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിൽ പ്രദർശനവും വണക്കവും ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് വയനാട് അമ്പലവയൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിലും ടൂറിൻ തിരുക്കച്ചയുടെ നേർപകർപ്പിന്റെ പ്രദർശനവും വണക്കവും നടത്തിയിരുന്നു. കൊളക്കാട് സെന്റ് തോമസ് ദേവാലയത്തിൽ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലാണ് പ്രദർശനവും വണക്കവും നടത്തപ്പെടുക. 7-ാം തീയതി രാവിലെ 10-ന് ആരംഭിച്ച പൊതുവണക്കം 8-ാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടിയായിരിക്കും സമാപിക്കുക. വിശ്വാസി സമൂഹത്തിന് ലഭിക്കുന്ന അസുലഭ നിമിഷമായിരിക്കും ഇതെന്ന് ഇടവക വികാരി ഫാദർ തോമസ് പട്ടാംകുളം വ്യക്തമാക്കി. ഒപ്പം ടൂറിൻ തിരുക്കച്ചയുടെ നേർപകർപ്പിന്റെ പ്രദർശനത്തിനും വണക്കത്തിനും സംബന്ധിച്ച ഇടവക അംഗങ്ങളും വൈദികരും തങ്ങളുടെ അനുഭവങ്ങൾ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. തലശ്ശേരി അതിരൂപതയിലെ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിതമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊളക്കാട് സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയം. ഈശോയുടെ തിരുക്കച്ചയുടെ നേർപകർപ്പ് വന്ന സാഹചര്യം ഇപ്രകാരമാണ്. MCB സഭാംഗമായ ഫാദർ ജോസഫ് പെരിങ്ങാരപ്പള്ളി ഏറെ നാളത്തെ ശ്രമഫലമായി അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ കത്തോടുകൂടെ ടൂറിൽ കത്തീഡ്രൽ അധികാരികൾക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും അങ്ങനെ ഒരു നേർപകർപ്പ് ഇവിടെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അത് വയനാട്ടിലെ അമ്പലവയൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിൽ കുറച്ച് നാളത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവന്യ പാമ്പളാനി പിതാവ് ഇപ്രകാരം ഇവിടെ ഈ തിരുക്കച്ചയുടെ നേർപകർപ്പ് കൊണ്ടുവരുവാൻ പ്രത്യേകമായിട്ടുള്ള അനുവാദത്തോടു കൂടിയാണ് ഇത് ഇവിടെ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് 11:30 അതിരൂപത ചാൻസലർ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നൽ ബലിയർപ്പിക്കും. നാളെ വൈകുന്നേരം 4 മണിക്ക് പേരാവൂർ ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറവന വികാരി ആർച്ച് പ്രീസ്റ്റ് വെരി റവറൻഡ് ഫാദർ മാത്യു തെക്കേമുറി ബലിയർപ്പിക്കുന്നതോടെ ഈ തിരുക്കച്ച പൊതുദർശനം ഇവിടുത്തേത് അവസാനിക്കും. ദൈവാനുഗ്രതമായ ഒരു ദിവസങ്ങളിലൂടെയാണ് കൊളക്കാട് തീർത്ഥാടന ദേവാലയം സെന്റ് തോമസിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം കടന്നു പോകുന്നത്. പ്രത്യേകമായിട്ടും ഈശോയുടെ തിരുക്കച്ചയുടെ നേർപകർപ്പ് അമ്പലവയൽ ദേവാലയത്തിൽ നിന്നും ഈ ദേവാലയത്തിൽ കൊണ്ടുവരുവാനായിട്ടും വണക്കത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഇവിടെ ആയിരിക്കാൻ ഇടവന്നതിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കറിയാം, ഉത്ഥാനം പ്രതീക്ഷയുടെ ഒരു അടയാളമാണ്. തിരുക്കച്ച പ്രതീക്ഷയുടെ ഒരു അടയാളമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ട് ക്രിസ്തു ഉണ്ടെന്നൊരു ബോധ്യത്തോടെ ഈ തിരുക്കച്ചയെ ഒന്ന് വണങ്ങുവാനായിട്ടും പ്രാർത്ഥിക്കുവാനും ഏവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇറ്റലിയിലെ ടൂറിനിൽ സൂക്ഷിച്ചിരിക്കുന്ന കച്ച ലോകപ്രശസ്തമാണ്. നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തെ പൊതിഞ്ഞ ലിനനിൽ ഉള്ള ആ കച്ച ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിധേയമായിരിക്കുന്നതാണ്. അതിൻ്റെ നേർപകർപ്പാണ് ഭാരതത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേക തലശ്ശേരി രൂപതയിൽ കൊളക്കാട് പള്ളിക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന ദേവാലയമാണ്. വിശുദ്ധ വസ്തുക്കൾ, വിശുദ്ധ തിരുശേഷിപ്പുകൾ അതിൽപ്പെടുന്നതാണ് ടൂറിനിലെ കച്ച. അതേക്കുറിച്ച് സഭയുടെ കാഴ്ചപ്പാട് സുവിശേഷത്തിൻ്റെ കണ്ണാടി എന്നാണ് ടൂറിനിലെ കച്ചയെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ ശരീരത്തെ പൊതിഞ്ഞ ആ കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന ഛായാചിത്രം അത് ശാസ്ത്ര കാര്യങ്ങൾക്ക്, ശാസ്ത്രത്തിൻ്റെ പഠനങ്ങൾക്ക് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ലോകത്തിലെ ഒരു കലാകാരനും വരച്ചു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിത്രമാണ് അതിൽ പതിഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് സുവിശേഷത്തിലേക്കുള്ളൊരു കണ്ണാടിയാണ്. നമ്മുടെ കർത്താവിൻ്റെ ശരീരം പുതിയൊരു കല്ലറയിൽ കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അമരിയക്കാരൻ ജോസഫ് സംസ്കരിച്ചു എന്നുള്ള സുവിശേഷത്തിലെ അറിയിപ്പ് നമ്മൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിശ്വാസത്തിൻ്റെ ഒരു തലത്തെ ഈ ടൂറിലെ തിരുക്കച്ച നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണാനും മനസ്സിലാക്കാനും ടൂറിൽ സൂക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥ കച്ചയെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അതേപോലെയുള്ള തനി പകർപ്പ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം
സന്ദേശങ്ങളും അതേക്കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനും കുറേ കൂടി ഈശോ മിശിഹായുടെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഓർക്കാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ഇതിനെ സുവിശേഷത്തിൻ്റെ കണ്ണാടി എന്ന് വിവരിക്കുന്നത്. ഞാൻ ഇടവകയിലെ ഒരു അംഗമാണ്. പിന്നെ ഈശോയുടെ ഈ തിരുക്കച്ച അനുഭവം നമ്മുടെ ഇടവകയ്ക്ക് വളരെ ഒരു അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണിന്ന്. ഈശോയുടെ തിരുമുറിവുകൾ കാണുവാനും ഈശോയുടെ യഥാർത്ഥ രൂപം ദർശിക്കുവാനും നമ്മുടെ ഇടവകയ്ക്കും ഇവിടെ വന്ന് ചേരുന്ന എല്ലാവർക്കും കിട്ടിയ ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങളിതിനെ കാണുന്നു. കൊളക്കാട് സെൻറ്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് ഇത് വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ്. ഞങ്ങൾ വളരെ നാളായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുമായിരുന്നു ഈശോയുടെ തിരുക്കച്ച കാണാൻ വേണ്ടി. ഞങ്ങൾക്കിത് വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷി പ്രതിഷ്ഠിതമായ കൊളക്കാട് ഇടവകയ്ക്ക് ഇത് വളരെ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ഇന്നും നാളെയുമായിട്ട് ഈശോയെ പൊതിഞ്ഞടക്കിയ തിരുക്കച്ചയുടെ നേർപകർപ്പ് ഇവിടെ ഇന്ന് പ്രദർശനത്തിനും വണക്കത്തിനുമായിട്ട് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞു. നിരവധി വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥികളും എല്ലാവരും. നിമിഷത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു തിരുക്കച്ച ഇവിടെ വരുവാനും ഇതിന് പ്രദർശനത്തിനും ഇത് കാണുവാനും വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടൊരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. കൊളക്കാട് ഇടവകക്കാരെ സംബന്ധിച്ചോളം വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഷെക്കന ന്യൂസ്, കണ്ണൂർ.